Hi all, welcome to our new session. ഇന്ന് മുതലാണ് നമ്മൾ പ്രോബ്ലംസ് തുടങ്ങാൻ പോകുന്നത് അല്ലേ? പ്രോബ്ലംസിൽ ഫസ്റ്റത്തെ ഒരു പ്രോബ്ലം അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. മിറർ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ പ്രോബ്ലം ആണ്. Okay. So an object is placed at a distance of 10 cm from a convex mirror of focal length 15 cm. Find the position of the image. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് യുവും വിയും ഒക്കെ കറക്റ്റ് അറിയണം, അപ്പോഴാണ് നമുക്ക് ആ ആൻസറിലേക്ക് കറക്റ്റ് എത്താൻ പറ്റുക. അല്ലെങ്കിൽ ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ, നമ്മൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കിയൊന്നും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. An object, okay, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, is placed at a distance of 10 cm from a convex mirror. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒരു കോൺവെക്സ് മിററിന്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, കോൺവെക്സ് മിറർ ആവുമ്പോൾ എങ്ങനെയാ മക്കളെ, ഇങ്ങനെയല്ലേ, ബൾജിങ് ഔട്ട് ആണ് റിഫ്ലക്റ്റിംഗ് സർഫസ് വെച്ചിട്ടുണ്ട്. എത്ര ഡിസ്റ്റൻസിലാ? നമ്മുടെ 10 സെന്റിമീറ്റർ ആണ്. ഇത് പോളിൽ നിന്നും ഇങ്ങോട്ട് 10 സെന്റിമീറ്റർ അകലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞേ, ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ. ഈ കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ഉണ്ട്, അത് എത്രയാ, 15 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കടാ, ഇവിടെയാണോ വരയ്ക്കേണ്ടത്, ഇവിടെയാണോ? ഇവിടെയാണല്ലേ, കാരണം ഇവരുടെ സ്ഫിയർ ഒക്കെ ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ്, ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് അത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 15 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഫോക്കൽ ലെങ്തും തന്നു. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ഇമേജ്. ഓക്കെ, ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് ഇമേജ് കിട്ടണം, വേണം. അപ്പൊ ഇമേജ് കിട്ടണമെങ്കിൽ ആ ഇമേജ് എവിടെയാ വരിക, അല്ലെങ്കിൽ അത് എന്താണ്, എത്ര ഡിസ്റ്റൻസിലാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മളൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഗിവൺ തിങ്സ് എഴുതാം അല്ലെ. അത് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ, കാൽക്കുലേഷൻ, ഫൈനൽ ആൻസർ വിത്ത് SI യൂണിറ്റ്. അതാണ് നമ്മുടെ ഫിസിക്സിന്റെ ഒരു ഓർഡർ. ഗിവൺ തിങ്സ്, ഇക്വേഷൻ, കാൽക്കുലേഷൻ, ഫൈനൽ ആൻസർ വിത്ത് SI യൂണിറ്റ്. സോ ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നു മക്കളെ? യു തന്നിട്ടുണ്ടോ? യു തന്നിട്ടുണ്ട്. കാരണം എന്താ, an object is placed at a distance of 10 cm. അത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒബ്ജക്റ്റ് 10 cm അകലെ. മിസ് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, നമ്മുടെ മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ അവിടെ തന്നിരിക്കുന്നത് എന്താ, 10 സെന്റിമീറ്റർ. എന്താ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ആണ്. അവര് പറയില്ല നമ്മളോട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണെന്നൊന്നും. നമ്മൾ മനസ്സിലാക്കണം. കണ്ടോ, ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കണം. സോ യു ആണ്, അത് 10 സെന്റിമീറ്റർ. എടാ മക്കളെ, ഒരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ 10 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ ശരിയാവോ? ഇല്ല. അതിന് സൈൻ നോക്കണം മക്കളെ, സൈൻ നോക്കണം. സൈൻ എന്താ, പ്ലസ് ആണോ മൈനസ് ആണോ വരിക? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ, യു ഓൾവേസ് നെഗറ്റീവ്. സോ യു നെഗറ്റീവ് -10 ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായി മക്കളെ? കാരണം എടാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ വെക്കുന്നതൊക്കെ നെഗറ്റീവാ, ലെഫ്റ്റ് സൈഡിൽ വെക്കുന്നതൊക്കെ നെഗറ്റീവ് ആണ്. സോ നമ്മൾക്ക് യു നെഗറ്റീവ് ആണ്. ആൻഡ് എഫ് തന്നിട്ടുണ്ട് അല്ലെ, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ ആണ്. എടാ, ഈ 15 സെന്റിമീറ്റർ പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ? എടാ, കോൺവെക്സ് മിററിന്റെ ഫോക്കസ് വരുന്നത് ഇവിടെയല്ലേ, റൈറ്റ് സൈഡിലല്ലേ, അതായത് മിററിൽ നിന്ന് അപ്പുറത്തേക്കല്ലേ. അപ്പൊ റൈറ്റ് സൈഡിലാണ്. സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ്, അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ പഠിച്ചാൽ മതി കേട്ടോ. സോ പോസിറ്റീവ് ആണ്. ആൻഡ് വി അറിയാവോ? ഇല്ല, ക്വസ്റ്റ്യൻ ചിഹ്നം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളെ. ഗിവൺ തിങ്സ് നമ്മൾ എഴുതി. ഇനി ഇക്വേഷൻ, ഏത് ഇക്വേഷനാ? ഒരു ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ. ആരാണവൻ? 1/f is equal to 1/u plus 1/v. That is our mirror equation. അപ്പൊ എക്സാമിന് എഴുതുമ്പോൾ അവനെ ഒന്ന് ഇങ്ങനെ ബോക്സിലൊക്കെ ഇട്ട് ഒന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ, is equal to 1/u plus 1/v എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്. എടാ, നമുക്ക് അറിയേണ്ടവൻ ഇവനാ, ഈ കുഞ്ഞു സാധനത്തിനെയാണ് നമുക്ക് അറിയേണ്ടത്, വീനാ. അപ്പൊ ബാക്കിയുള്ളവരേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ആ പരിപാടി ഇവിടെ കിടക്കുന്നവനെ അങ്ങോട്ട് കൊണ്ടുപോകുക, അവിടെ കിടക്കുന്നവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെയുള്ള പരിപാടിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്തെല്ലാം, 1/f is equal to 1/v plus 1/u അല്ലേ. നമുക്ക് വേണ്ടവൻ 1/v ആണ്. അപ്പൊ അവനെ അവിടെ നിർത്താം. അപ്പൊ എന്ത് വന്നു, ഇവിടെ ആരുണ്ട്, 1/f ഉണ്ട്. ഈ പ്ലസ് 1/u ഇങ്ങോട്ട് വരുമ്പോൾ -1/u ആവും, ഈക്വൽ ടു 1/v അല്ലെ. അപ്പൊ ഞാൻ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. 1/v ഈക്വൽ ടു 1/f minus 1/u ആണ് അല്ലെ മക്കളെ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/v എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 1/f എത്രയാ, 15
സൈൻ കൊടുക്കണേ. മൈനസ് 1/u എത്ര മക്കളെ? 10 ആണ്. വെറും 10 കൊടുക്കാൻ പറ്റുമോ? നോ, വിത്ത് മൈനസ് സൈൻ. -10. എടാ മക്കളെ, രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ അവർ പ്ലസ് ആവില്ലേ? ആവും. സോ 1/15 പ്ലസ് 1/10. നിങ്ങൾക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? LCM എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 10 × 1 എന്ത് വരും? 10 പ്ലസ് 15 × 1 എത്ര വരും? 15 ഡിവൈഡഡ് ബൈ 15 × 10 എത്ര വരും? 150 അല്ലേ? ഓക്കെ, 10 പ്ലസ് 15 എത്ര മക്കളെ? 10 പ്ലസ് 15 എത്രയാ? 25 ഡിവൈഡഡ് ബൈ 150. 25 ഡിവൈഡ് ബൈ 150 ആയിരുന്നു. സോ 25 നമ്മൾക്ക് 25 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. സോ 25 ഒരു വട്ടം, 150 എത്ര വട്ടം? 6 വട്ടം, അല്ലെങ്കിൽ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഈ ന്യൂമറേറ്ററിലുള്ളവനെ കൊണ്ട് തന്നെ അവനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് പറ്റുന്നുണ്ടാവും, അവന്റെ മൾട്ടിപ്പിൾസ് തന്നെ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നോക്കിയിട്ട് മതി നമ്മൾ ബാക്കിയുള്ളതിലേക്ക് നോക്കാൻ കേട്ടോ. സോ 1/6 കിട്ടി. സോ നമുക്ക് 1/v = 1/6 ആണ് കിട്ടിയത്. സോ v is equal to 6 സെന്റിമീറ്റർ എന്ന് കിട്ടി, കാരണം നമ്മൾ അതിനെ തരംതിരിച്ചിട്ടു. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇതിലേക്ക് മാഗ്നിഫിക്കേഷനും കൂടെ അറിഞ്ഞാലാണ് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അതിന് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിന്റെ നേച്ചർ, അതായത് ഈ വരുന്ന ഇപ്പൊ നമ്മൾ പൊസിഷൻ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിന്റെ നേച്ചർ ഓഫ് ദി ഇമേജ് ചോദിക്കും. കാരണം ഇൻവേർട്ടഡ് ആണോ, റിയൽ ആണോ, വിർച്വൽ ആണോ, ഇറക്റ്റ് ഇമേജ് ആണോ, ഡിമിനിഷ്ഡ് ആണോ, ഇതൊക്കെ ചോദിക്കും. അതിന് നമുക്ക് മാഗ്നിഫിക്കേഷൻ കൂടെ അറിയാനുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കാം, ഈ പ്രോബ്ലം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.